എന്തേ കാരണമെന്നറിയില്ല അല്ലോ. ആ സമയത്താണ് ആ ശരീരി കേൾക്കുന്നു, ജുറൈജ് നിന്റെ ഉമ്മാടെ ദുആയാ, നിന്റെ ഉമ്മാടെ ശാപമാ. സുജൂദിൽ കിടന്നു കരയുന്നു. അല്ലോ അറിഞ്ഞിരുന്നില്ല റബ്ബേ, റബ്ബേ എനിക്ക് പുറത്തു തരണേ അല്ലാ. സുജൂദിൽ കിടന്ന് കരയുകയാണ്. അവസാനം ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. ജനങ്ങൾ മുഴുവനും പെണ്ണിന്റെ കൂടെ നിൽക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, ആ ചോര കുഞ്ഞിനെ കൊണ്ടുവരാർ, ആ പാല് കുടിക്കുന്ന കുഞ്ഞിനെ കൊണ്ടുവരാർ. ജുറൈജ് തങ്ങളുടെ മുന്നിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നു. ആ സമയത്ത് അല്ലാ കുഞ്ഞിന്റെ പൊക്കിളിലേക്ക് ഈ വിരൽ കൊണ്ടങ്ങ് തൊടുകയാണ്. കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിൽ കൈവച്ചിട്ട് ജുറൈജ് ചോദിക്കുന്നു, യാ പുനയ്യാ, ഏ പൊന്നുമോനെ, നിന്റെ വാപ്പയാരാടാ? ഞാനാണോടാ പൊന്നുമോനെ? അതാ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവര് മുഴുവനും ചോദിക്കുന്നു, ജുറൈജ് നിനക്ക് ഭ്രാന്ത് പിടിച്ചോ ജുറൈജ്? ഈ കുഞ്ഞ് സംസാരിക്കുമോ? ഈ പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുമോ? ജുറൈജ് ചോദിക്കുകയാ, മോനെ നിന്റെ വാപ്പയാരാ? ഞാനാണോടാ പൊന്നുമോനെ? ആ സമയത്ത് അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങൾ മുഴുവനും കേൾക്ക്. ആ പാല് കുടിക്കുന്ന പൊന്നുമോൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ വാപ്പ ജുറൈജല്ല, മലഞ്ചരിവിലെ ഒരു ആട്ടിടയനാ. എന്നാ കുഞ്ഞുപോലും പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയുമോ? ഉമ്മയുടെ വിലയറിയാനാ. ഉമ്മയുടെയും വാപ്പയുടെയും മഹത്വം പഠിക്കടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഭാര്യമാര്, ഇന്നലെ കേറി വന്ന പെണ്ണിന് സ്വന്തം ഉമ്മയെക്കാൾ വില കൊടുക്കുന്ന ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്ത് കാര്യം ചെയ്താൽ നിന്റെ ഉമ്മയോട് പറയടേ, നിന്റെ വാപ്പയോട് പറയടേ.